നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് ഡാൻസിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസും പിന്നെ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ അല്ലേ ചെയ്യാറ്. അപ്പോൾ ഓണം അടുപ്പിച്ച് എന്തെങ്കിലും ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ. വേറെ ഒന്നുമല്ല, കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആണ് ഞാൻ വാങ്ങിച്ച് എനിക്ക് 100% എനിക്ക് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സാരികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കുറച്ചധികം സാരികളാണ്. കോളേജിലും സ്കൂളുകളിലും പിന്നെ പാർട്ടി വെയേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കല്യാണം ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ രീതിയിലുള്ള കുറച്ച് സാരികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എവിടുന്നും അല്ല വാങ്ങിച്ചിട്ടുള്ളത്, മീഷോന്നാണ്. കോട്ടൺ സാരി പിന്നെ പട്ട് സാരി പോലെയുള്ള സാരികളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തു, അതിനുശേഷം വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ഞാൻ 1-2 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ള സാരികൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ചില ഷോർട്സിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര നാളുകൾക്ക് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാരികളാണ്, അപ്പോൾ എത്രത്തോളം വാഷ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാരികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ഒരു ലിനൻ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇതാണ് സാരി. ഇതിൻ്റെ ബോർഡർ ഇതുപോലെ കസവാണ്. ഇത് ഏകദേശം ഒരു 4-5 വർഷമായി സംഭവം. ഇപ്പോഴും മീഷോയിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഒരു 500 സംതിങ് 600-ന് അകത്തേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ്. കളറൊന്നും പോയിട്ടില്ല. ഫുള്ള് ഇതുപോലെ ചെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്, വലിയ വലിയ ചെക്കുകൾ. ഇതാണ് സംഭവം. അപ്പം ഞാൻ ഉടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലിനൻ ക്ലോത്തിൽ വരുന്ന നല്ല സുഖമാണ് കേട്ടോ ഇത് ഉടുക്കാനായിട്ട്. ഉടുത്താൽ നമ്മളുടെ ബോഡി ഷേപ്പും ഒക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ നല്ല ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഉടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നും. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറാത്ത രീതിയിൽ. എനിക്ക് അങ്ങനെയുള്ള സാരികൾ ഉടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉടുത്താൽ അവിടെ ഉടുത്തതുപോലെ ഇരിക്കണം. ഒന്ന് ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞ് കിടക്കുന്ന സാരികളൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. എനിക്ക് സാരി മുക്കി എനിക്ക് കഞ്ഞി മുക്കി അങ്ങനെ വടി പോലെ നിൽക്കുന്ന സാരികൾ, അങ്ങനത്തെ സാരികൾ ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെയുള്ള സാരികൾ ഉടുത്തിടത്ത് നിൽക്കണം, അങ്ങനെയുള്ള സാരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള സാരികളുടെ കൂട്ടത്തിൽപ്പെട്ട മീഷോ സാരി കളക്ഷൻസിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഇതിൽ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക്, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ വെള്ളി കളറിലുള്ള സിൽവർ കളറിലുള്ള ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ ചെക്ക് വരുന്നില്ലേ, അതിന് ചുറ്റും ഇങ്ങനെ അതിൻ്റെ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്ര നാളായിട്ടും ഒരു കേടും പറ്റാത്ത ഒരു സാരിയാണ് കേട്ടോ ഇത്. 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സാരി ഏതാണെന്ന് നോക്കാം. അടുത്ത സാരി വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ ഉടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സുഖമാണ് ഉടുക്കാനും. ഉടുത്ത പെട്ടെന്ന് ഞൊറി കിട്ടും. അത് നമുക്ക് ഇവിടുത്തെ പ്ലീറ്റ് ആയാലും ഷോൾഡറിൻ്റെ അവിടുത്തെ പ്ലീറ്റ് ആയാലും ഇവിടെ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ് ഉടുക്കില്ലേ, അതാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഉടുത്ത് പെട്ടെന്ന് ഷടപടീന്ന് ഉടുത്തു പോകാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇത് ഫുള്ളി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് മൽമൽ കോട്ടൺ. ആ റേഞ്ചിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സാരിയാണിത്. ഇതിന് ഞാൻ ഇതിൻ്റെ പിങ്ക് കളർ ബ്ലൗസ് ഇടാറുണ്ട്. പിന്നെ എനിക്ക് വേറൊരു സാരി കസവ് സാരി ഉണ്ട്, അപ്പം അതിൻ്റെ ബ്ലൗസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കസവുള്ളത്. അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ. ഇതും ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വിജയിൻ്റെ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് വിജയിൻ്റെ പാട്ട് വെച്ചിട്ട് ഞാൻ ഈ സാരി ഉടുത്തിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സാരി ആയിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 സംതിങ് രൂപയാണ്.
സാരി കഴുകി ഇതിൻ്റെ കഞ്ഞെല്ലാം മുക്കിയിട്ടാണ് ഇതിങ്ങനെ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സംഗതി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സൂക്ഷിക്കുന്നുവോ അങ്ങനെ അത്രയും കാലം അത്രയും സൂക്ഷിച്ചാൽ അത്രയും കാലം എന്ത് സാധനവും നാശാവാതെ ഇരിക്കും എന്നുള്ളതാണ്. ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെയിം തന്നെ മൽമൽ കോട്ടണിലുള്ള ഒരു ചെക്ക് പോലെ ഉള്ളൊരു സാരിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡാൻസർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആർട്ട് ടീച്ചർ ആയതുകൊണ്ടോ ഒക്കെ എനിക്ക് എന്തുകൊണ്ടോ ഒരു റെഡ് കളറിനോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം. റെഡും ഒരു ക്രീം കളറ് ആ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു സാരി. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു കളർ കോമ്പിനേഷനിൽ. താഴെ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഇതുപോലെ ചെക്കാണ്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ഇത് കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കീറൽ അവിടെ, കാരണം ഞാൻ എവിടെയും അതായത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സാരി നിന്ന് കോറി വലിയാനോ അങ്ങനെ കോറിയാൽ പോലും വലിഞ്ഞ് കീറാത്ത ഒരു സാരിയാണ്. മൽമൽ കോട്ടന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ കോട്ടൺ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൽ വേറെ മിക്സ് ആയിട്ടുള്ള സംഗതികളൊന്നും വരുന്നില്ല, ത്രെഡിന്റെ വർക്കുകളൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സാരി. ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാനൊന്നുമില്ല. എനിക്കിഷ്ടം തോന്നിയിട്ട് അത് എല്ലാവർക്കും ഇങ്ങനൊരു ചെക്കും ഈ ഒരു കോമ്പിനേഷനും ഇഷ്ടമാവണമെന്നില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന് പുറത്ത് റേറ്റ് കുറവ് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഞാൻ ഈ സാരി. അടുത്ത സാരിയിലോട്ട് പോവാം. അടുത്ത സാരി വന്നിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ സാരി ഉടുത്തിട്ട് കുറേ പേരുടെ കയ്യിലുണ്ട് ഈ സാരി. ഇതിൽ ലിനൻ ക്ലോത്തിൽ വരുന്ന സാരികൾ. ഇത് പക്ഷേ മൽമൽ കോട്ടണിൽ വരുന്ന സാരിയാണ് കേട്ടോ. ലിനനിൽ ഉള്ളത് ഞാൻ എടുക്കാൻ പോയില്ല. ഇത് കോട്ടൺ കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോട്ടൺ നോക്കിയപ്പോൾ കോട്ടണിൽ കിട്ടി. അപ്പം ഞാൻ അതെടുത്തതാണ്. ഇത് ഉടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഏതോ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് സാരി എന്ന് പറഞ്ഞിട്ട്. ഇതിന് ഞാൻ കോമ്പിനേഷനായിട്ട് ഇടുന്നത് വൈറ്റ് കളർ ബ്ലൗസാണ്. ഉടുത്തിട്ട് ഉടുത്ത് നടക്കാൻ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഉടുത്തിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരി ആയിട്ടാണ് എനിക്ക് ഈ മൽമൽ കോട്ടൺ സാരികൾ തോന്നിയിട്ടുള്ളത്. അധികം കട്ടിയാണോ എന്ന് ചോദിച്ചാൽ അധികം കട്ടിയുമില്ല, എന്നാൽ പെട്ടെന്ന് ഉണങ്ങുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്, അധികം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിലയുമില്ല. നമുക്ക് ഏത് സമയത്തും യൂസ് ചെയ്യാം, എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന ഒരു സാരിയാണ്, സിമ്പിൾ വർക്കായിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഇതെല്ലാം ഉടുത്തിട്ട് ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ, ഇതിൻ്റെ സാരി ഉടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഭംഗിയെന്നൊക്കെ. അപ്പോൾ അടുത്ത സാരി അതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. കളറാണ് അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ അട്രാക്ഷൻ. ഞാൻ അധികം യൂസ് ചെയ്തിട്ടുമില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സമയത്ത് ഇതിൻ്റെ ബ്ലൗസ് ബ്ലാക്ക് ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബ്ലാക്ക് ഇടുമ്പോൾ എനിക്ക് എന്തോ ഇതിനൊരു ഭംഗി കുറവ്, അതായത് സാരിയുടെ ഭംഗി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പുറത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ കളറ് കിട്ടി, അത് ആ സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു കളർ കിട്ടിക്കഴിഞ്ഞാൽ ഉടുക്കാന്നുള്ള ഒരു ഇതാണ്. ഭയങ്കര വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ വണ്ണമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തുണിയാണ് ഈ മൽമൽ കോട്ടൺ എന്ന് വെച്ചാൽ. അത്രയും സ്ലിം ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ കുറച്ച് സ്റ്റിഫ് ആൻഡ് ഷൈനും ഇത്തിരി കഞ്ഞിമുക്കി ഇത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുത്ത് അയൺ ചെയ്തിട്ട് സാരി ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു തടിയൊക്കെയുള്ള പോലെ തോന്നും. നേരെ മറിച്ച് ഇപ്പോൾ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്, ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനൊന്നും മുക്കണമെന്നൊന്നുമില്ല, അല്ലാണ്ട് ചെറിയ ലൈറ്റായിട്ട് കഞ്ഞി മുക്കിയിട്ട് ഉടുത്താലും കൊള്ളാം. അങ്ങനെ ഒരു സാരിയാണ് ഇത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ ഇത്രയും ഭംഗി ഞാൻ പറയാൻ കാരണം, ഇത്രയും ഈ സാരി ഉപമിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഇതിൽ ഫുള്ള് ഇങ്ങനെ തൂവലിൻ്റെ പിക്ചറായിട്ട് താഴെ ഇങ്ങനെ ഒരു ബോർഡറാണ്. അപ്പോൾ എനിക്ക് ഈ കളർ യൂസ് ചെയ്യണോ അതോ ഈ കളർ യൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം എനിക്ക് ബ്ലാക്ക് ഇടുമ്പോൾ ഒരു സുഖം തോന്നണില്ലേ, എനിക്ക് എന്തോ ബ്ലാക്കിനോട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്ലാക്ക്, പിന്നെ പോകെ എനിക്ക് ബ്ലാക്കിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു. അപ്പോൾ ബ്ലാക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഈ സാരിയുടെ ഭംഗി പോണു എന്ന് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ.
അപ്പം അതുകൊണ്ട് ബ്ലൗസ് കിട്ടാത്തത് കൊണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ സാരി നിർത്താതെ നിൽക്കും. എന്നാലും ഞാനൊരു 3-4 തവണ ഞാൻ ഉടുത്തിട്ടുള്ള ഒരു സാരിയാണ്. ഇത്രയും നാളായിട്ട് ഒരു കേടും പറ്റാതെ ഞാൻ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സാരിയാണ്. അപ്പം ഇതും ഈ മൽമൽ കോട്ടൺ സാരികളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 500, 600 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. അതിൽ കൂടുതലുള്ള സാരികളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല മീഷോന്ന്. പിന്നെ മേടിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാരി മൽമൽ കോട്ടൺ സാരി, ചില കസവ് സാരികളൊക്കെ മേടിക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി സംഭവങ്ങൾ കിട്ടാറുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ 2-3 പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളിൽ എനിക്ക് അബദ്ധം പറ്റാത്ത ഒരേ ഒരു സാധനം എന്താ, ഈ സാരിയാണ്. ഇത്രയും സാരികൾ ഞാൻ മേടിച്ചിട്ട് ഒരെണ്ണം എനിക്ക് തിരിച്ചയക്കേണ്ടി വന്നിട്ടില്ല, ഒരെണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടില്ല. ഞാൻ എന്താണോ ഓർഡർ ചെയ്തത് സെയിം തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ കളറ്, പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഈ കളർ കോമ്പിനേഷൻ. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പല്ലു എന്ന് പറയില്ലേ, ആ സംഭവം. പല്ലുന്നല്ലേ തോന്നുന്നുണ്ട്. ഇങ്ങനെ കുറേ തൊങ്ങലൊക്കെ ഉണ്ട് ഈ സാധനത്തിന്. മുന്താണി എന്നാണ് നമ്മളിവിടെ പറയുക. ഇത് ഓക്കെ, ഇതിങ്ങനെ, ഇത് 2-3 പ്രാവശ്യമേ ഉടുത്തിട്ടുള്ളൂ. ഇത് ഉടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, പിന്നെ വേറെ എവിടേക്കോ പോകുമ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് എനിക്ക് എപ്പോഴും ഉടുക്കാൻ പേടിയായിട്ടാണ് ഞാനത് ഉടുക്കാത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൽമൽ കോട്ടൺ അല്ല, ഇത് വേറെ മിക്സഡ് ആണ് ഇതിൻ്റെ ഇത് ത്രെഡ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഗതികൾ. ഇതിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഇതിന് ഇവിടെയൊക്കെ ബ്ലാക്ക് വരുന്നുണ്ട്, അപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് ഇടാം. അതല്ലെങ്കിൽ ഓറഞ്ച്, ഞാൻ ഓറഞ്ച് ബ്ലൗസാണ് ഇടാറ്. നല്ലൊരു സാരി. ഇത് 300 സംതിങ് രൂപയുള്ളൂ ഈ സാരിക്ക്. അതിൻ്റെ ആ ഒരു ഇതേ കാണുള്ളൂ, അതായത് ഈട് നിൽക്കൽ അത്രേ കാണുള്ളൂ. അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ എന്നാലും നല്ല, കാരണം ആ ഒരു റേറ്റിന് ഈ സാരി എന്തായാലും വർത്താണ്. അടുത്ത സാരി എന്ന് പറയുന്നത് എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാരിയാണ്. ഞാൻ ഒരു ഓണത്തിനൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ച സാരിയാണ് കേട്ടോ. ഞാനിത് ഈ സാരി എടുത്തിട്ട് കുറേ പണ്ട് അതായത് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫുള്ളല്ല, ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. ഓക്കെ, അപ്പം സാരി കാണിക്കാം. ഇതും മൽമൽ കോട്ടൺ ആണോ. ഇതാണ് സാരി. ഫുള്ള് ഇതുപോലെ നിറച്ച് പൂക്കൾ. ഓണ സമയത്ത് ആ പൂക്കളാണല്ലോ നമ്മൾ അതിൻ്റെ തീം തന്നെ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചതാണ് ഈ സാരി. ഇതിന് മറ്റേ ബോർഡറൊന്നുമില്ല, ഫുള്ള് ഇങ്ങനെ ഒരു ക്രീം കളറ് ക്ലോത്ത്, അതിനകത്ത് ഫുള്ള് പൂക്കൾ. അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത. പലതരം പൂക്കളുണ്ട്. താമരയുടെ ഒക്കെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇതും ഒരു 500-600 ആ റേഞ്ചിൽ വരുന്ന, അതായത് 500-നകത്തും 600-ന് പുറത്തും അല്ലാത്ത റേറ്റിലാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളർ ബ്ലൗസ് ഇട്ട് ഉടുക്കാം, ഗ്രീൻ കളർ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ് ഈ സാരി വെയർ ചെയ്യാറ്. പ്യുവർ കോട്ടൺ ആണ്. പിന്നെ എന്തെങ്കിലും കുറിച്ച് പറയുക, എനിക്ക് ഇത്രയും സാരികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 സാരികളുണ്ട്. അത് ഏതൊക്കെയെന്നും പറയാം. അപ്പം അതിൽ ഒന്നാമത്തെയാണ് ഈ സാരി കേട്ടോ. ഇനി അടുത്ത സാരി ഏതാ നോക്കാം. അടുത്തതൊരു പട്ടുസാരി മോഡലുള്ളതാണ്. പട്ടുസാരി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. പട്ടില്ല, പക്ഷെ എന്തോ ഒരു പെയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ പെയിന്റും അല്ല കേട്ടോ. ഇത് പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇളകി പോവില്ല. അതിൻ്റെ കളറൊന്നും ഇതേവരെ പോയിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350-ൻ്റെ അകത്താണ് കേട്ടോ. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതാണ് ആ സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. പട്ടുസാരി ഒന്നും സ്വതം എനിക്ക് ഇഷ്ടമല്ല, ഉടുക്കാനും ഇഷ്ടമല്ല, എടുക്കാനും ഇഷ്ടമല്ല. ഒരിക്കലും ഉടുത്താൽ എനിക്ക് പെർഫെക്റ്റായിട്ട് നിൽക്കുകയുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് ഇങ്ങനെ ഒരു മങ്ങിയ കളറിലാണ് വരുന്നത്. അത് ഈ സാരി ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ സാരിയുടെ ഈ ഭാഗത്ത് മാത്രം, മുന്താണി ഭാഗത്ത് മാത്രം ഇതുപോലെ കസവ് വരുന്നുണ്ട്. ഓക്കെ,
ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കസവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇത് ഞാൻ കൊടുത്തു പോയപ്പോഴൊക്കെ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടുന്ന മേടിച്ചത്, ഇതിൻ്റെ റേറ്റ് എത്രയാ, മീഷോ എന്നാന്ന് പറഞ്ഞപ്പോൾ ലിങ്ക് അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പല പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, പർപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ ഉജാലയുടെ കളറില്ലേ അങ്ങനത്തെ ഉജാല നീല കളർ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രീൻ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീൻ സ്വതേ എനിക്കിഷ്ടം, അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു കളറാണ്. പക്ഷേ ഈ ഗ്രീൻ എന്തുകൊണ്ടോ എനിക്കിഷ്ടമാണ്. ഇതിൽ കൂടുതൽ ഗ്രീനിനേക്കാൾ കൂടുതൽ ഈ ഒരു കളറല്ലേ, ഇത് ഭയങ്കര വൃത്തികെട്ട ഗോൾഡനും അല്ല, ഡിമ്മായിട്ടുള്ള ഗോൾഡൻ കളറും അല്ല, ആർക്കായാലും ഇഷ്ടാവുന്ന തരത്തിലുള്ള ഒരു ഗോൾഡൻ കളറാണ്. ഇനി നമുക്ക് അടുത്ത സാരിയിലോട്ട് പോകാം. ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സാരി. ഓക്കെ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇതോടുകൂടി ഞാൻ മീഷോ എന്നുള്ള സാരി വാങ്ങിപ്പൊക്കെ നിർത്തി കുറേ നാളത്തേക്ക്. കാരണം സ്കൂളിലൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ സാരി ഉടുക്കാറില്ല, എവിടെയെങ്കിലും പോക്കൊക്കെ വളരെ കുറവാണ്. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ പുറത്തേക്കൊക്കെ എവിടെയെങ്കിലും മാളിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ജീൻസും ടീഷർട്ടും, അതല്ലെങ്കിൽ ചുരിദാർ, അങ്ങനത്തെയൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ സാരി യൂസ് ചെയ്യാറുള്ളൂ. സാരി നിർബന്ധം പറഞ്ഞില്ലെങ്കിൽ ചുരിദാർ ഇട്ട് തന്നെ പോകാറുള്ളൂ. അപ്പോൾ എന്തിനാ അങ്ങനെ കുറേ സാരി എടുത്തിട്ട്, പിന്നെ അതുമല്ല ചുരിദാറൊന്നും തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല ഈ മൽമൽ കോട്ടൻ്റെ. തയ്ക്കാം, ലൈനിങ്ങൊക്കെ ഇട്ട് തയ്ക്കണമെങ്കിൽ തയ്ക്കാം, പക്ഷെ എനിക്കിങ്ങനെ കാണണം, ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാരികൾ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. കുറേ സാരികളൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിക്കും പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സാരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കും. ഇതിൻ്റെ ഒന്നും വിത്ത് ബ്ലൗസ്, ഇപ്പം ഈ ഞാൻ കാണിക്കാൻ പോകുന്ന ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്ന സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് തയ്ച്ചിട്ടില്ല. അതിന് പകരം ഞാനതിന് വൈറ്റ് കളറ് ബ്ലൗസ് ഇട്ടിട്ടാണ് പെയർ ചെയ്യാറ്. അങ്ങനെ അപ്പം ആ സാരി കാണിക്കാം. ഇതാണ് ആ സാരി. ഇതിൻ്റെ മുന്താണി ഭാഗമാണ്. അല്ലാത്ത നമ്മളെ ബോഡിയിൽ വരുന്ന ഭാഗം ഫുള്ള് ഇതുപോലെ തെങ്ങ് കണ്ട ഇതുപോലത്തെ ഇങ്ങനത്തെ ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഇതും ഇങ്ങനെ 2 തരം ഡിസൈനായിട്ടാണ് വരുന്നത്. ഇതും മൽമൽ കോട്ടൺ ആണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. 600-500 ഇടയിൽ വരുന്ന റേറ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ആ ലിങ്കിൽ കയറി പോയി വാങ്ങിക്കൂ. ഷോർട്സ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ ഓക്കെ, അപ്പോൾ ടാറ്റാ.